ഈ കാണുന്ന സസ്യമാണ് തിപ്പല്ലി സസ്യം. ഈ തിരി പോലെ കാണുന്നതാണ് തിപ്പല്ലി. ഇത് കുരുമുളകിൻ്റെ ഗണത്തിൽപ്പെടുന്ന ഒരു സസ്യമാണ്. ഇതിൻ്റെ ഇലകളെല്ലാം തന്നെ കുരുമുളകിൻ്റെ ഇലകൾ പോലെയാണ്. ഇതിൻ്റെ രുചിയും കുരുമുളകിൻ്റെ രുചിയും സെയിം തന്നെയാണ്. കുരുമുളക് സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഇതും ഉണക്കിയിട്ടാണ് സൂക്ഷിക്കുക. കുരുമുളകൊക്കെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ കൊല്ലങ്ങളോളം അത് കേടുകൂടാതെ ഇരിക്കും. ഇതും നന്നായി ഉണക്കി വെക്കുകയാണെങ്കിൽ കൊല്ലങ്ങളോളം തന്നെ കേടുകൂടാതെ ഇരിക്കും. നന്നായി ഉണങ്ങിയാൽ മാത്രമേ ഇതിന് ഗുണങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. ഇത് പല ആയുർവേദ മരുന്നുകളിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ആയുർവേദത്തിൽ മെയിനായിട്ട് ഉദര രോഗങ്ങൾക്കും ശ്വാസകോശ രോഗങ്ങൾക്കൊക്കെ ഇത് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. പല കഷായങ്ങളിലൊക്കെ ഇത് ചേർക്കാറുണ്ട്. ഇത് നമ്മുടെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ വളരുന്ന ഒരു സസ്യമാണ് ഈ തിപ്പല്ലി. മരുന്നിന് പുറമെ നമ്മൾ കുരുമുളക് ചിലവരൊക്കെ കറികളിലൊക്കെ ചേർക്കാറുണ്ട്. അതേപോലെ നമുക്ക് കറികളിലൊക്കെ ഈ ഒരു തിപ്പല്ലി ചേർക്കാം. ഈ തിപ്പല്ലി നടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് നടുന്നത് പോലെ നല്ല മൂത്ത തണ്ടുകൾ വെട്ടുമാറ്റി കുഴിച്ചിട്ടിട്ടാണ് തിപ്പല്ലി വളർത്തിയെടുക്കുക. ഈ തിപ്പല്ലി മെയിനായിട്ട് ആയുർവേദ യൂസിനാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ കുരുമുളകിനെക്കാട്ടും ഒരു 100-150 രൂപയൊക്കെ എപ്പോഴും കൂടുതലുണ്ടാവാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കുരുമുളകിന് ഇപ്പോൾ ഒരു 350-360 ആണെങ്കിൽ ഈ തിപ്പല്ലിക്ക് എപ്പോഴും ഒരു 500-ന് മേലെ വിലയുണ്ടാവാറുണ്ട്. പിന്നെ ചില ആയുർവേദ കടക്കാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് കുരുമുളകിന് ചിലപ്പോൾ ഇമ്പോർട്ടൊക്കെ വന്നിട്ട് വില കുറഞ്ഞാൽ ഈ തിപ്പല്ലിക്ക് അങ്ങനെ വിലയൊന്നും കുറയാറില്ല, നല്ല വില കിട്ടും എന്നാണ് പറയാറ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ കുരുമുളക് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് തിപ്പല്ലിയും കൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു വരുമാനം കിട്ടും. ചില സമയത്ത് കുരുമുളകിന് വില കുറയുകയാണെങ്കിലും ഈ ഒരു സാധനം ആയുർവേദ യൂസിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിന് നല്ല വില കിട്ടും എന്നാണ് പല ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞത്. തിപ്പല്ലി നടുന്നത് തണ്ട് കുത്തിയിട്ടാണ്. നല്ല മൂത്ത തണ്ട് നോക്കിയെടുത്തിട്ട് അത് നിലത്ത് കുത്തുക. അത് പടർന്ന് കയറാനുള്ള സൗകര്യത്തിലായിരിക്കണം ഈ ഒരു തണ്ട് നടേണ്ടത്. ആ മരത്തുമ്പോഴോ ഒക്കെ നമ്മുടെ കുരുമുളക് പടരുന്ന പോലെ തന്നെയാണ് ഈ തിപ്പല്ലിയും പടർന്ന് കയറുക. അപ്പോൾ പടർന്ന് കയറാൻ പറ്റുന്ന സൗകര്യത്തിന് മരത്തിൻ്റെ അടിയിൽ അതേമാതിരത്തെ സ്ഥലത്ത് നമ്മൾ ഇത് നടുക. നല്ല മൂത്ത തണ്ട് നോക്കി നടുക. നട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിന്ന് മുള വരും. പിന്നെ ഇതിന് വളമായിട്ട് നമുക്ക് ചാണകം, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം ഒക്കെ ഇടാം. പിന്നെ ചാരം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കുറച്ച് കുമ്മായപ്പൊടി ഇടുന്നതും നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് കീടങ്ങളൊന്നും തന്നെ ഈ ഒരു ചെടീനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. കുരുമുളകൊക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് തിപ്പല്ലിയും കൂടി കൃഷി ചെയ്യുന്നതാവും നല്ലത്. അവർക്കാണെങ്കിൽ സെയിം രീതിയിൽ തന്നെ തിപ്പല്ലിയും കുരുമുളകും കൃഷി ചെയ്യാവുന്നതാണ്. ഈ തിപ്പല്ലിക്ക് എപ്പോഴും ഉയർന്ന റേറ്റ് ഉണ്ട്. കുരുമുളകിനേക്കാൾ അപേക്ഷിച്ച് ഇത് മെഡിസിനൽ യൂസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു 100-150 രൂപ കൂടുതലുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ കുരുമുളകിനൊക്കെ വില കുറയുന്നത് മാതിരി കുറയില്ല എന്നും പറയുന്നുണ്ട്. ഇത് സാധാരണ ഗതിക്ക് ഇത് മെയിനായിട്ട് വെക്കുന്നത് ഈ ആയുർവേദ ഷോപ്പുകളിലാണ്. മലേഷ്യൻ തിപ്പല്ലിയൊക്കെ നടുകയാണെങ്കിൽ കൂടുതൽ വിളവ് ലഭിക്കുന്നതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഇത് ഞാനൊരു നഴ്സറിയിൽ തിപ്പല്ലി കണ്ടപ്പോൾ ഞാൻ ഒരു രസത്തിന് വേണ്ടിയിട്ട് നട്ടുപിടിപ്പിച്ചതാണ്. ഈ ഉണ്ടായി നിൽക്കുന്നതാണ് ഈ ഒരു തിപ്പല്ലി. ഇത് ഏത് വെറൈറ്റി ആണെന്നും അറിയില്ല. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ വെറൈറ്റിനെ കുറിച്ചൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.